സമയം, മാന്യമായ സമയം ഉത്തരവാദിത്തപ്പെട്ടവരെ ശ്രദ്ധയിൽപ്പെടുത്തി പുറംതിരിഞ്ഞു നിൽക്കുന്നു എന്ന് ബോധ്യപ്പെടുന്ന സമയത്ത് തെരുവിലിറങ്ങും. യാതൊരു സംശയവും വേണ്ട. ഇത് രണ്ടാം ഘട്ടമാണ്. അടുത്ത ഘട്ടം തിരുത്തിയില്ലെങ്കിൽ എറണാകുളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീസിന്റെ മുമ്പിലേക്ക് ഞങ്ങൾ വളയൽ സമയം നടത്തും. യാതൊരു സംശയം വേണ്ട. ആ ഓഫീസിന്റെ പ്രവർത്തനത്തെ ഞങ്ങൾ തടയിടാനുള്ള വളയൽ സമരം വരെ പ്രഖ്യാപിക്കാൻ ഞങ്ങൾക്ക് കഴിയും. പക്ഷെ ഇപ്പോൾ ഞങ്ങൾ ഈ രണ്ട് പ്രക്ഷോഭം കൊണ്ട് മുന്നറിയിപ്പ് തരുന്നു. അടുത്ത പ്രക്ഷോഭത്തിലേക്ക് നിങ്ങൾ വഴിതിരിച്ചുവിടരുത്. ഇത് മുഴുവൻ ചെയ്യുന്നത് കേരളത്തിലെ വഖഫ് ബോർഡിലെ ചില അംഗങ്ങളാണ്. നിങ്ങൾക്കറിയോ, നീതിരഹിതമായി ഒരാളുടെ പരാതി വന്നപ്പോ, ആ പരാതി വഖഫ് ബോർഡിൽ ചർച്ച ചെയ്തപ്പോ ആ ചർച്ചയിലുണ്ടായിരുന്ന അംഗങ്ങൾ പറഞ്ഞു, ഇതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം ആവശ്യമുണ്ട്. ഈ പരാതി ഏകപക്ഷീയമാണ്. അതുകൊണ്ട് വിശദമായ അന്വേഷണം തെളിവിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയിട്ട് മാത്രമേ അടുത്ത സിറ്റിംഗിലെ നമുക്ക് ഉത്തരവിടാവൂ എന്ന് വിവരമുള്ള ഒരു പെണ്ണ് വഖഫ് ബോർഡിലെ ഒരു വനിതാ അംഗം പറഞ്ഞപ്പോ നല്ലെടുത്തുകാരൻ ആജിയാര് പറഞ്ഞതെന്താ മറുപടി എന്താ നിങ്ങൾക്കറിയോ? ഞങ്ങളിവിടെ മഹാഭൂരിപക്ഷമാണ്, ഞങ്ങളിത് തീരുമാനിച്ചു കഴിഞ്ഞു, നിങ്ങൾ വേണമെങ്കിൽ ഡിസെൻഡിംഗ് നോട്ട് എഴുതിക്കോളൂ, നിങ്ങൾ വിയോജനക്കുറിപ്പ് എഴുതിക്കോളൂ എന്ന് ഒരു പെണ്ണിനോട്, നീതി നൽകണമെന്ന് വാദിച്ച ഒരു സ്ത്രീയോട് മുഖത്ത് നോക്കിയിട്ട് ഈ വഖഫ് ബോർഡിലെ ഒരു മെമ്പർ ആക്രോശിച്ചുകൊണ്ട് സംസാരിച്ചെങ്കിൽ പ്രിയപ്പെട്ട ഹാജിയാരെ, നിങ്ങളെയും നിലക്ക് നിർത്താൻ സുന്നികൾക്ക് കഴിയുമെന്ന് മാത്രമാണ് ഞങ്ങൾ പറയുന്നത്. ഇപ്പോ മുസ്ലിം ജമാഅത്തിന്റെയും SYSന്റെയും SSFന്റെയും കുട്ടികള് നീതി ചോദിച്ചുകൊണ്ട് തെരുവിലിറങ്ങിയപ്പോ വേറെ ഒരു വിഭാഗം മറ്റൊരു പ്രക്ഷോഭത്തിലാണ്. എന്താണ് കൂട്ടരെ, എന്താ പറയാ? അവർക്കും ഇതാണത്ര ഡിമാൻഡ്. നമ്മുടെ നാട്ടിലൊക്കെ കൊച്ചു കുട്ടികള്, ആ കുട്ടികൾ തമ്മിൽ കലഹിച്ചാൽ ഒരു കുട്ടി മറ്റേ കുട്ടിയോട് പറയും, ഞാൻ നിന്നോട് മിണ്ടൂല. മറ്റേ കുട്ടി തിരിച്ചു പറയും, ഞാനും മിണ്ടൂല. ഈ കുട്ടികൾ തമ്മിൽ തർക്കിക്കുന്ന പോലെ അല്ലേ? ഈ വിഭാഗം നമ്മൾ നീതി ചോദിച്ചപ്പോ പറയാൻ വഖഫ് ബോർഡിൽ നിന്ന് അന്യായമായി വിധി പ്രസ്താവം ഉണ്ടാകുന്നു എന്ന് തെളിവിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറഞ്ഞപ്പോ മറ്റൊരു കലക്ടറേറ്റിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ച് പറയാണ്, ഞങ്ങൾ നിങ്ങളോട് മിണ്ടൂല. ഇത്രയും വൃത്തികെട്ട രീതി. ഒരു കാര്യം പറഞ്ഞേക്കാം, വഖഫ് ബോർഡിൽ നിന്ന് ചേളാരി കമ്പനിക്കും നീതി കിട്ടുന്നില്ലെങ്കിൽ ഈ വഖഫ് ബോർഡിലെ അംഗങ്ങള്, വഖഫ് ബോർഡിലെ ചേരി തിരിഞ്ഞുള്ള അംഗങ്ങൾ രാജിവെച്ച് പോവാ നല്ലത്. കേരളത്തിലെ ജനങ്ങൾക്ക് നീതി നൽകാൻ കഴിയില്ലെങ്കിൽ ഈ ആചാരും ഈ കേസില്ലാത്ത വക്കീലും എന്തിനാണ് അവിടെ അടിച്ചുകൂടി നിൽക്കുന്നത്? നിങ്ങൾക്കറിയോ, ജുഡീഷ്യൽ സംവിധാനം എന്ന് പറയുന്നത് കേരളത്തിൽ, ഇന്ത്യ രാജ്യത്ത് എന്താണ്? ഒരു ജഡ്ജിക്ക് കേസുമായി ബന്ധപ്പെട്ട കക്ഷികളെ സ്വന്തം വീട്ടിൽ വെച്ച് പോലുമോ ഓഫീസിൽ വെച്ച് പോലുമോ കാണാൻ പാടില്ല. ഒരു ജഡ്ജ് ഒരു സ്ഥലത്തെ സീറ്റിൽ 3 വർഷത്തിലധികം നിൽക്കാറില്ല. എന്താ നിൽക്കാത്തത്? അതിന് കാരണമുണ്ട്, അത് ഇവിടെ പറയാൻ വയ്യ. ജഡ്ജിമാരെ സ്ഥലം മാറ്റും. 3 വർഷത്തിലധികം ഒരു ജഡ്ജ് ഒരു സീറ്റിൽ ഇരിക്കൂല. എന്നാൽ കേരളത്തില് ക്വാസി ജുഡീഷ്യറി ആയിരിക്കുന്ന വഖഫ് ബോർഡിൽ 10ഉം 15ഉം വർഷമായിരിക്കുന്ന വക്കീലന്മാരും ഹാജിമാരുമുണ്ട്. നീതിന്യായ വ്യവസ്ഥയുടെ സൂക്ഷ്മതയ്ക്ക് മുകളിൽ ഇതൊരു വലിയ വെല്ലുവിളിയാണ്. അത്തരം അംഗങ്ങളിൽ നിന്ന് നീതി ലഭിക്കുന്നില്ലെന്ന് കേരളത്തിലെ ജനങ്ങൾ വിളിച്ചു പറയുന്നെങ്കിൽ ഈ അംഗങ്ങൾ രാജിവെച്ച് പുറത്തു പോവുക എന്ന മാന്യമായ ഒരു രീതി സ്വീകരിക്കണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ വഖഫ് ബോർഡിലെ മുഴുവൻ അംഗങ്ങളും രാജിവെക്കണമെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. വഖഫ് ബോർഡിൽ തിരികെ കയറ്റുന്നത് രാഷ്ട്രീയക്കാരെയാണ്. രാഷ്ട്രീയക്കാരെ അള്ളിപ്പിടിച്ച് വഖഫ് ബോർഡിലേക്ക് കയറ്റി നീതിരഹിതമായ ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ കോടി ചാരിക്കൊടുക്കുന്നവർ തിരിച്ചറിയുക, ജനം ഇതൊക്കെ കാണുന്നുണ്ട് പകൽ വെളിച്ചത്തിൽ. അർദ്ധരാത്രിയിലല്ല, പകൽ വെളിച്ചത്തിൽ കാണുന്നുണ്ട്. ഇതിനോട് പ്രതികാരം ചെയ്യാൻ, നീതിപരമായി പ്രതികാരം ചെയ്യാൻ, നിയമപരമായി പ്രതിഷേധിക്കാൻ സുന്നികൾ പഠിച്ചിട്ടുണ്ട് എന്ന് മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് കേരളത്തിലെ വഖഫ് ബോർഡ് അംഗങ്ങൾ ശ്രദ്ധിക്കുക, ആ വഖഫ് ബോർഡ് അംഗങ്ങളെ നിയമിക്കുന്നവർ ശ്രദ്ധിക്കുക.
സുന്നികളെ തഴഞ്ഞുകൊണ്ട് രാഷ്ട്രീയക്കാരെ തിരികെ കയറ്റി, വഹാബികളെ തിരികെ കയറ്റി വഖഫ് ബോർഡ് രൂപീകരിച്ചവർ ശ്രദ്ധിക്കുക, ജനം തിരിച്ചറിയും. വഖഫ് ബോർഡിന് മാത്രം, കേരളത്തിലെ വഖഫ് ബോർഡിന് മാത്രം ഈ ഒരു രീതി എങ്ങനെ വരുന്നു? ഇന്ത്യ രാജ്യത്തെ മറ്റു സ്റ്റേറ്റുകളിലെ വഖഫ് ബോർഡിനെതിരെ ഒന്നും ഈ രൂപത്തിലുള്ള ആവലാതിയും വേവലാതിയും ആക്ഷേപങ്ങളും ഉയരുന്നില്ലല്ലോ. കേരളത്തിൽ മാത്രം സംഭവിക്കുന്നത് എന്തുകൊണ്ടാ? കേരളത്തിലെ വഖഫ് ബോർഡിനെ എങ്ങനെ തിരിക്കണമെന്ന് കറക്ക് കമ്പനി തീരുമാനിക്കുന്നുണ്ട്. കറക്ക് കമ്പനികളാ തീരുമാനിക്കുന്നത്. വഖഫ് ബോർഡ് അംഗങ്ങൾ എങ്ങനെ നീങ്ങണമെന്ന് വെളിയിലുള്ള ഉപജാപക സംഘങ്ങളാണ് തീരുമാനിക്കുന്നത്. നിങ്ങൾക്കറിയോ, കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വഖഫ് ബോർഡിന്റെ മുമ്പിലുള്ള കേസുകളിൽ കോഴിക്കോട്ടങ്ങാടിയിലെ ഒരു വക്കീലിന്റെ കേസ് മാത്രം ജയിക്കുന്നു. അയാൾക്ക് മാത്രമേ നീതിയുള്ളൂ, അയാളടുത്ത് മാത്രമേ തെളിവുള്ളൂ. കോഴിക്കോട്ടങ്ങാടിയിലെ ഒരു വക്കീലിന്റെ കേസ് മാത്രം വഖഫ് ബോർഡിൽ വന്നാൽ അത് ജയിക്കും. അയാൾ തോൽക്കുന്ന പ്രശ്നമല്ല. അയാൾ രാജ്യത്ത് അരിച്ചുപെറുക്കി സത്യമുള്ള കേസ് മാത്രം തെരഞ്ഞെടുക്കുന്ന വക്കീലാ? അല്ല. ആ വക്കീലിന്റെ അടുത്ത് കേസുമായിട്ട് ഞാൻ പോയിട്ടുണ്ട്, എനിക്കറിയാം. വക്കീലിന്റെ പേര് ഞാൻ പറയുന്നില്ല. ആ വക്കീലിന്റെ കേസ് മാത്രം വിജയിക്കുന്നിടത്തേക്ക് വഖഫ് ബോർഡിലെ ചില അംഗങ്ങൾ കുൽസിത ശ്രമം നടത്തുമ്പോൾ കക്ഷികളിൽ നിന്ന് ഈടാക്കുന്ന ഫീസ് ബാക്കി ഞാൻ പറയുന്നില്ല. വഖഫ് ബോർഡിലെ തലശ്ശേരിയിലെ ബോർഡംഗം, അയാളടുത്തേക്ക് കേസുമായി കക്ഷികൾ വരുന്നു. എങ്ങനെ? ഒരു ജുഡീഷ്യൽ സംവിധാനത്തിലെ ജഡ്ജിന്റെ അടുത്തേക്ക് കേസുമായിട്ട് ടീം വരാൻ പാടുണ്ടോ? അങ്ങനെയുണ്ട്. ആളുകൾ വരുന്നു, എന്നിട്ട് നിങ്ങൾ കോഴിക്കോട്ടങ്ങാടിയിലെ ഇന്ന വക്കീലിന് കേസ് കൊടുത്തോളൂ എന്ന് അയാൾ നിയമ ഉപദേശം നടത്തുന്നു. ഇതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഉള്ളിലെ കളികൾ ഞങ്ങൾക്കറിയാം. ആ കളികളുമായി ബന്ധപ്പെട്ട് ഞങ്ങള് വ്യക്തമായി കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്ക്, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉപാധ്യക്ഷൻ കാസർകോട്ടെ ഷിറിയ ഉസ്താദ്, അദ്ദേഹത്തിന് ഹലോ പ്രവർത്തകർ ആ വാഹനം പോകാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. പ്രവർത്തകർ വാഹനം പോകാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. റോഡ് ഒരു കാരണവശാലും ബുദ്ധിമുട്ടാവരുത്. വാഹനങ്ങൾ പോകാനുള്ള സൗകര്യം പ്രവർത്തകർ ചെയ്തു കൊടുക്കണം. അവിടെ വളണ്ടിയർമാർ ചെയ്യുന്നുണ്ട്, ബാക്കി ആരും അങ്ങോട്ട് പോകേണ്ടതില്ല. അതുകൊണ്ട് ഷിറിയ ഉസ്താദിനെ ഖാദിയാക്കാൻ വേണ്ടി ഒരു സുന്നി മഹല്ല് തീരുമാനിക്കുകയാണ്. സുന്നി മഹല്ലിലെ ബഹുഭൂരിപക്ഷം ആളുകൾ തീരുമാനിച്ചിട്ട് ആ തീരുമാനം നടപ്പിലാക്കിയതിന്റെ പിറ്റേന്ന് ഇദ്ദേഹത്തെ ഖാദിയാക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേ. ഒരു സമൂഹം ഒരാളെ ഖാദിയാക്കിയാൽ പിന്നെ ഖാദിയുടെ വിധി എന്താ, മഹല്ലിന്റെ വിധി എന്താ, അതറിയാത്ത ആളുകളാണോ വഖഫ് ബോർഡിൽ ഇരിക്കുന്നത്? പണ്ഡിതന്മാരുടെ മണ്ഡലത്തിൽ നിന്ന് 2 ആളുണ്ട് വഖഫ് ബോർഡില്. ഇവര് പണ്ഡിതന്മാരല്ലേ? ആലോചിക്കുക. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. കേരളത്തിലെ വഖഫ് ബോർഡിലെ ചില അംഗങ്ങൾ നടത്തുന്ന ഇത്തരം നീക്കങ്ങൾക്കെതിരെ പ്രതിഷേധിക്കാൻ ഞങ്ങള് മുന്നിട്ടിറങ്ങുകയാണ്. യാതൊരു വിഷയവും ഞങ്ങളുടെ മുമ്പിൽ മറച്ചുവെക്കാനില്ല. അതുകൊണ്ട് ശക്തമായ സമരപരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധവാചകം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വാഹിദ് ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. നമ്മോട് അഭിസംബോധന ചെയ്തുകൊണ്ട് കേരള മുസ്ലിം ജമാഅത്തിന്റെ മലപ്പുറം ജില്ലാ ഉപാധ്യക്ഷൻ ബഹുമാനപ്പെട്ട കൂറ്റമ്പാറ സാറുകൾ സംസാരിക്കുന്നു. ആദരവോടെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട വോട്ടർമാരെ, സഹോദരങ്ങളെ, അല്ലാഹു തആല സത്യത്തിന് വിജയം നൽകുമാറാവട്ടെ. ഈ പരിപാടിയുമായി സഹകരിച്ച് ഇവിടെ സ്ഥിരമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യാറുള്ള വാഹന ഉടമകൾ, ഡ്രൈവേഴ്സ് സുഹൃത്തുക്കൾ, ഇതിന്റെ പരിസരത്തുള്ള കച്ചവടക്കാർ, ഇതിന്റെ പരിസരത്തുള്ള ഓഫീസേഴ്സ്, അതേപോലെ തന്നെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട യാത്രക്കാർ, എല്ലാ സുഹൃത്തുക്കളോടും ഈ മാർച്ചിനോട് സഹകരിച്ച് നിങ്ങളെല്ലാം വണ്ടികൾ ഒതുക്കിയും അതുപോലെ തന്നെ കച്ചവടക്കാരൊക്കെ സൗകര്യം ചെയ്തു തന്നും ആ പെട്രോൾ പമ്പിലും മറ്റുമൊക്കെ ഞങ്ങളെ പ്രവർത്തകർക്ക് നിൽക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തു
തൊട്ടടുത്തുള്ള കച്ചവടക്കാരെല്ലാം സഹകരിച്ചു. എല്ലാവർക്കും ഈ പ്രസ്ഥാനത്തിന്റെ ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ അറിയിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ഉണർത്തുകയാണ്. സ്റ്റേറ്റ് സെക്രട്ടറി മജീദ് മാഷ് കക്കാട് ആവശ്യമായ വിഷയങ്ങൾ ഉണർത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കേരളത്തിലെ വഖഫ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഒരു ആമുഖം മാത്രം നിങ്ങളെ കേൾപ്പിക്കുകയാണ്. ഒരു മുസ്ലിം വ്യക്തി അദ്ദേഹത്തിന്റെ പാരത്രികമായ മോക്ഷം ലക്ഷ്യം വെച്ചുകൊണ്ട് സ്ഥിരമായോ സ്ഥാവര ജംഗമ സ്വത്തുക്കളായി വഖഫ് നൽകുന്ന സ്വത്തിനാണ് വഖഫ് സ്വത്ത് എന്ന് പറയുന്നത്. പ്രവർത്തകർ പരിസരത്തുള്ള എല്ലാവരോടും പരമാവധി സഹകരിച്ചു കൊടുക്കണം. ഒക്കെ കച്ചവടക്കാരും മറ്റുമായ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യരുത്. ഈ വഖഫ് സ്റ്റേജിന്റെ വലഭാഗത്ത് കടകൾക്ക് മുന്നിലുള്ള ആളുകൾ അവിടെ വളരെയധികം ശ്രദ്ധിക്കണം. കച്ചവടക്കാർക്കും വരുന്ന ആളുകൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഇന്ത്യയിലെ ആദ്യത്തെ വഖഫ് ഏതാണെന്ന് ചോദിച്ചാൽ കൊടുങ്ങല്ലൂരിലെ ചേരമാൻ മസ്ജിദാണ്. അതാണ് ആദ്യത്തെ വഖഫ്. ഇപ്പോൾ കലക്ട്രേറ്റിൽ മാർച്ച് നടത്തുന്ന ആളുകൾ അതിനും അവകാശവാദം ഉന്നയിക്കുന്നുവെന്ന വിഡ്ഢിത്തം മനസ്സിലാക്കാൻ നമ്മൾ കേരളത്തിലെ ആദ്യത്തെ വഖഫാണ്, ഇന്ത്യയിലെ ആദ്യത്തെ വഖഫാണ് ചേരമാൻ ജുമാ മസ്ജിദ്. ആ ചേരമാൻ മസ്ജിദ് പോലും ഞങ്ങളുടേതാണ് എന്ന് അവകാശപ്പെടുന്ന തരത്തിലുള്ള ഒരു വിഭാഗം ആളുകളാണ് ഇവിടെ പ്രക്ഷോഭങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത്. നമ്മൾ ഓർക്കണം, കേരളത്തിൽ സുന്നി വിഭാഗം രണ്ടായി പിളർന്നപ്പോൾ പലപ്പോഴും ചില പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം കെട്ടടങ്ങി അവർക്ക് അവരുടേത്, നമുക്ക് നമ്മുടേത്. അതേപോലെ തന്നെ ഇടക്കാലത്ത് പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളിലെല്ലാം ഇടപെട്ട് കോടതിയും അതേപോലെ തന്നെ പോലീസും നാട്ടുമധ്യസ്ഥവുമൊക്കെ പ്രകാരം രണ്ട് വിഭാഗം സുന്നികളും ഒരുമിച്ച് നടത്തുന്ന കേന്ദ്രങ്ങൾ, ഭൂരിപക്ഷമുള്ളവർ അവര് നടത്തുന്നത്, നമ്മൾ നടത്തുന്നത്, ഇങ്ങനെയെല്ലാം നടന്നു പോരുമ്പോൾ ഇപ്പോൾ എങ്ങനെ 2 വർഷമായി വീണ്ടും ഇത്രയും രൂക്ഷമായ അവസ്ഥ ഉണ്ടായത് എന്ന് ചോദിച്ചാൽ, കാസർഗോഡ് വെച്ചുകൊണ്ട് SK ചേളാരി വിഭാഗത്തിന്റെ സമ്മേളനം നടന്നപ്പോൾ ആ സമ്മേളനത്തിൽ പാസാക്കിയിരിക്കുന്ന പ്രമേയവും അവരെ അണികൾക്ക് പഠിപ്പിച്ചിട്ടുള്ളതും എന്താണെന്നറിയാമോ? നമുക്കൊക്കെ അറിയാം. അവര് സമ്മേളനത്തിന്റെ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ആ പ്രഖ്യാപനത്തിൽ അവർ പറഞ്ഞു, എന്തായിരുന്നു അവരുടെ ഉദ്ദേശം? തീർച്ചയായും ഓരോ പള്ളികളിലേക്കും അവരുടെ സ്റ്റഡി ലഭിച്ചിരിക്കുന്ന ഖതീബുമാരെയും സദറുമാരെയും നിശ്ചയിച്ചുകൊണ്ട് 2 വിഭാഗം ഒരുമിച്ച് നടത്തുന്നതാണോ അവിടെ നിന്ന് AP വിഭാഗത്തെ പുറത്താക്കുക എന്ന തീരുമാനം പരസ്യമായ സമ്മേളനത്തിൽ ഇവർ പ്രഖ്യാപിച്ചു. 1. 2, AP വിഭാഗം സുന്നികൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശമാണെങ്കിൽ ആ പ്രദേശത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അവരുടെ ഭൂരിപക്ഷം തകർക്കുന്നതിന് ആവശ്യമായത് ചെയ്യുക. 3, AP വിഭാഗക്കാരാൽ സ്ഥാപിതമായ പള്ളികളും മദ്രസകളുമാണെങ്കിൽ അതിന്റെ സുഗമമായ നടത്തിപ്പിന് തടസ്സമുണ്ടാക്കി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക. ഇതാണ് ചേളാരിക്കാരുടെ സമ്മേളനം കാസർഗോഡ് വെച്ചുകൊണ്ട് പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപനം വന്നതിന് ശേഷമാണ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ പള്ളികളിലും മദ്രസകളിലും ഈ പ്രശ്നങ്ങൾ നടമാടിക്കൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം ഭരണകൂടം മനസ്സിലാക്കണം, നിയമപാലകർ മനസ്സിലാക്കണം. ഇത് അതിന്റെ യഥാവിധിക്ക് ഉത്തരവാദപ്പെട്ടവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇവരുടെ കാൽക്കൽ ചെല്ലുമ്പോൾ മാന്യതയില്ലാത്ത പെരുമാറ്റം കൊണ്ടാണ് ഈ പ്രവർത്തകർ തെരുവിലിറങ്ങേണ്ടി വന്നിട്ടുള്ളത് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ഒരു സൂചന മാത്രമാണ്. ഞങ്ങൾ തീർച്ചയായും കേരളത്തിൽ സമാധാനത്തോടുകൂടെ ഈ കാര്യം നടത്തിക്കൊണ്ടു പോകുമ്പോൾ ഞങ്ങൾക്കെതിരെ പലപ്പോഴും അപശബ്ദങ്ങളും കൊലപാതകങ്ങളും ഞങ്ങളെ പ്രവർത്തകർ രക്തസാക്ഷികളായതും ഷഹീദായതുമെല്ലാം കേരളത്തിന്റെ ചരിത്രത്തിലുണ്ട്. അന്നൊന്നും വാടിയിട്ടില്ലാത്ത, തളർത്തിട്ടില്ലാത്ത ഈ പ്രസ്ഥാനത്തെ തളർത്താമെന്ന വ്യാമോഹം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും വേണ്ട. അത് ചേളാരിക്കാരി വിചാരിക്കേ വേണ്ട. അഹ്ലുസുന്ന വൽ ജമാഅ അതിവിടെ പിളർപ്പ് നേരിട്ടപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് പിടിച്ചു നിൽക്കാൻ പ്രചോദനമായത് നമ്മുടെ നേതാക്കളുടെ ആഹ്വാനങ്ങളും അള്ളാഹുവിനുള്ള അചഞ്ചലമായ വിശ്വാസവുമാണ്. ചില വസ്തുതകൾ പറയട്ടെ. നിലവിലുള്ള വഖഫ് ബോർഡ്
1954 ഇന്ത്യൻ വഖഫ് നിയമം ആദ്യമായി നിലവിൽ വരുന്നത്. അത് 1960 കേരളത്തിൽ നടപ്പാക്കുന്നത്. വഖഫ് നിയമം ഭേദഗതിയോടുകൂടെ വീണ്ടും നിലവിൽ വരുന്നത് 1995 1997 കേരളത്തിൽ വഖഫ് ബോർഡ് പ്രാബല്യത്തിൽ വരുന്നത്. പ്രാബല്യത്തിൽ വരുന്ന വഖഫ് ബോർഡ് അത് 5 വർഷത്തേക്കാണ് തെരഞ്ഞെടുക്കപ്പെടുക. ഇപ്പോൾ നിലവിലുള്ള ബോർഡ് അംഗങ്ങളെ ഒന്ന് പരിചയപ്പെടുന്നത് നന്നായിരിക്കും. മുസ്ലിം പാർലമെന്റ് അംഗത്തിൽ നിന്ന് ഒരു പ്രതിനിധി, മുസ്ലിം പാർലമെന്റ് അംഗങ്ങളിൽ നിന്ന് ഒരു പ്രതിനിധി. ആ പ്രതിനിധി നിലവിലുള്ള വഖഫ് ബോർഡിൽ വയനാട് MP കൂടിയായ MP ഷാനവാസാണ്. അദ്ദേഹം വഖഫ് ബോർഡിന്റെ ഓഫീസ് തന്നെ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. അത്രയും ഒരു വഖഫ് ബോർഡിന്റെ ഒരു മീറ്റിംഗിന് പോലും പോകാതെ. ഷാനവാസ് സാർ, നിങ്ങളെ നിയോജക മണ്ഡലത്തിന്റെ പരിധിയിൽ എത്ര മദ്രസകളിൽ പ്രശ്നമുണ്ട്, എത്ര പള്ളികളിൽ പ്രശ്നമുണ്ട്? സാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ കാണുന്ന വോട്ടർമാരോട് അതിനെ സംബന്ധിച്ചൊന്ന് അന്വേഷിച്ച് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീർപ്പ് കൽപ്പിക്കുന്നതിന് ഒരു മീറ്റിംഗിനെങ്കിലും പോയി സഹകരിക്കാൻ കഴിയില്ലെങ്കിൽ ഈ സ്ഥാനത്ത് തുടരുന്നത് മാന്യതയാണോ എന്ന് അദ്ദേഹത്തോട് ഞങ്ങൾ ചോദിച്ചാൽ അത് ഞങ്ങളുടെ വികാരമാണ്, അത് ഞങ്ങളുടെ നീതിയുടെ ഭാഗമാണ്, അത് ഞങ്ങൾ ചോദിക്കേണ്ടതാണ്. പ്രിയപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകരോട് കോൺഗ്രസിനെ ആക്ഷേപിച്ചു എന്നാരും ഞങ്ങളെ പറ്റി പറയേണ്ടതില്ല. ഞങ്ങൾക്ക് കോൺഗ്രസിനെ പ്രത്യേകം എടുത്തു പറഞ്ഞ് ആക്ഷേപിക്കേണ്ട കാര്യവും ഇല്ല. മറിച്ച് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് കോൺഗ്രസിന്റെ പ്രതിനിധിയായ ഷാനവാസ് സാർ ഒരിക്കൽ പോലും ഒരു മീറ്റിംഗിന് പോവുകയോ ഇത്രയും ഈ പ്രക്ഷോഭങ്ങളൊക്കെ നടക്കുമ്പോൾ ഉത്തരവാദപ്പെട്ട ആളുകളെ വരുത്തി അടുത്ത മീറ്റിംഗിന് ഞാൻ പോകുന്നുണ്ട്, അതിന് മാന്യമായ ഒരു തീരുമാനമെടുത്തു തരാം എന്നൊരു മര്യാദ പറയുകയോ ചെയ്യാത്ത വീഴ്ച അദ്ദേഹത്തെ ഉണർത്താതിരിക്കാൻ പറ്റുകയില്ല. രണ്ടാമത്തെ അംഗം സംസ്ഥാന നിയമസഭയിൽ നിന്നുള്ള 2 അംഗങ്ങളാണ്. പിന്നീടുള്ള 2 അംഗങ്ങൾ, ഒന്ന് ടി അഹമ്മദ് കബീർ മങ്കട MLA, മറ്റൊന്ന് ഷംസുദ്ദീൻ മണ്ണാർക്കാട് MLA. ഷംസുദ്ദീനെ കുറിച്ച് നിങ്ങൾക്കറിയില്ലേ? അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിൽ 2 പൗരന്മാരെ, 2 സുന്നി കുട്ടികളെ ഒരു വീട്ടിൽ നിന്ന് 2 ചെറുപ്പക്കാരെ നിഷ്ഠൂരമായി വെട്ടി നുറുക്കി അവരുടെ ശരീരത്തിലെ മാംസം ഇങ്ങനെ ഉലഹിയത്തിന് വെട്ടിയതുപോലെ കുന്നുകൂട്ടിയിട്ടിട്ട് ആ ചെറുപ്പക്കാരുടെ മാതാവും പ്രായമുള്ള മാതാവും വിധവയായ ഭാര്യമാരും യതീമായ മക്കളും അവർക്ക് സഹിക്കാൻ കഴിയാതെ ആർത്തിരമ്പിയപ്പോൾ മണ്ണാർക്കാട് പട്ടണം മുഴുവനും വിതുമ്പുകയായിരുന്നു. എന്നിട്ട് പോലും ആ വീട്ടിലൊന്ന് പോയി ആ കുടുംബത്തെ സമാധാനിപ്പിക്കാൻ പോലും കഴിയാത്ത ഒരു മൂലിയാണ് ഷംസുദ്ദീൻ MLA. ഇന്നിപ്പോൾ അദ്ദേഹം ഞങ്ങളെ പ്രവർത്തകരുടെ മുമ്പിലേക്ക് വോട്ട് ചോദിച്ചു വന്നാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുസ്ലിം ലീഗിന്റെ ഉത്തരവാദപ്പെട്ട നേതാക്കളോട് ഷംസുദ്ദീനെ കുറിച്ച് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആ ഷംസുദ്ദീനെ തന്നെ ധിക്കാരപരമായി അവിടെ മത്സരിപ്പിക്കാൻ നിൽക്കുമ്പോൾ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരുടെ വികാരം ഒരു വോട്ടേ ഉള്ളുവെങ്കിൽ അത് രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ അഭിമാനമാണത് എന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ആ ഷംസുദ്ദീനാണ് രണ്ടാമത്തൊരു വോട്ട്. രണ്ടാമത്തൊരു നിയമസഭയിൽ നിന്നുള്ള 2 പ്രതിനിധികൾ ഒരാൾ. നിങ്ങൾ ഓർത്തു നോക്കൂ സഹോദരങ്ങളെ, ഷംസുദ്ദീൻ മെമ്പറായ ഒരു കമ്മിറ്റിയിൽ നിന്ന് സുന്നികൾക്ക് നീതി ലഭിക്കുമോ? മരണപ്പെട്ട ആ ഷഹീദായ ആ വീട്ടിൽ പോയി ആ വല്യമ്മാനെ സമാധാനിപ്പിക്കാൻ പോലും ദയ തോന്നിക്കാത്ത ഒരു മനുഷ്യൻ വഖഫ് ബോർഡിൽ മെമ്പറായിരിക്കാൻ അർഹതയുണ്ടോ? ഇദ്ദേഹത്തെ തന്നെ വെച്ചുകൊണ്ട് പോകാനാണോ പ്രിയപ്പെട്ട മുസ്ലിം ലീഗ് സുഹൃത്തുക്കളെ നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ തീർച്ചയായും അത് വികാരമാകും. ആ വികാരത്തിന്റെ പ്രതിഫലനം ഇവിടെ കാണുക തന്നെ ചെയ്യും. ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, എന്തേ ചേളാരിക്കാർക്ക് ഷംസുദ്ദീനെ കൊണ്ടെന്നൂടെ ഇന്നത്തെ അവിടെ ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ? ചേളാരിക്കാരുടെ ഒരു മാർച്ച് നടക്കുകയാണത്ര കലക്ടറേറ്റിലേക്ക്. പ്രാണക്കാട്ട് നിന്നുള്ള ഓരോ കുട്ടികളും നിങ്ങളെ ഉദ്ഘാടനത്തിന് വരാറുണ്ടല്ലോ. ഇന്ന് ആരാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് കാണേണ്ടതുണ്ട്. എന്തേ ഉദ്ഘാടനത്തിന് പാണക്കാട്ട് കുട്ടികളില്ലേ? എല്ലാറ്റിന്റെയും ഉദ്ഘാടനത്തിന് പാണക്കാട് തങ്ങളെയാണല്ലോ വിളിക്കാറുള്ളത്. ഞങ്ങൾക്കതിൽ സന്തോഷമാണ്. പാണക്കാട് കുടുംബം തറവാടിത്തമുള്ള അഹ്ലു ബൈത്താണ്. ഞങ്ങളവരെ കൈപിടിച്ച് മുത്തും. അത് അഹ്ലു ബൈത്തിനുള്ള ബഹുമാനമാണ്. പക്ഷേ തങ്ങളവർകൾ ഇരിക്കുന്ന കസേരയെ മാനിക്കാത്തതിന്റെ വികാരം അതെപ്പോഴും ഉണ്ടാവുക തന്നെ ചെയ്യും. ഞങ്ങൾ പാണക്കാട്ടെ കുറ്റപ്പെടുത്തി എന്ന ഒറ്റ വാക്ക് മാത്രം പറയല്ല, വസ്തുതാപരമായി പഠിച്ചിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊന്ന് സംസ്ഥാന കൌൺസിലിൽ നിന്നുള്ള അംഗമാണ്. സംസ്ഥാന ബാർ കൌൺസിലിൽ നിന്നുള്ള അംഗങ്ങൾ അതാരാണ്? ഒന്ന് അഡ്വക്കേറ്റ് ഷറഫുദ്ദീൻ
അഡ്വക്കേറ്റ് ശംസുദ്ദീനാണ് ബാർ കൌൺസിലിൽ നിന്നുള്ള ഒരു അംഗം, ഷറഫുദ്ദീനാണ് ഒരു അംഗം, മറ്റൊന്ന് ബാർ കൌൺസിലിൽ നിന്നുള്ള അംഗം ഷറഫുദ്ദീൻ സാഹിബാണ്. 1 ലക്ഷത്തിൽ കൂടുതൽ വാർഷിക വരുമാനമുള്ള വഖഫുകൾക്കാണ് മുത്തവല്ലിമാരിൽ നിന്നും വോട്ടവകാശം ഉണ്ടാകുക. അത് പ്രകാരം വന്നിരിക്കുന്ന 2 മെമ്പർമാർ, ഒന്ന് നേരത്തെ പറഞ്ഞ MC മായിൻ ഹാജി നല്ലണം. പ്രിയപ്പെട്ട ഹാജിയാരെ, നാളെ